നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ അവർക്ക് ലഭിച്ച രണ്ടാമത്തെ പെനാൽറ്റി എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് എംബാപ്പെ തനിക്ക് ആ പെനാൽറ്റി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ വീഡിയോ പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. പെനാൽറ്റി ഗേറ്റ് എന്ന രൂപത്തിൽ ഈ വിവാദം ഫുട്ബോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു. പലതരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വന്നു. ഇതിപ്പം പെനാൽറ്റി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താരങ്ങൾ കളിക്കളത്തിൽ വെച്ച് ആർഗ്യുമെൻ്റ് നടത്തുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള 5 ആർഗ്യുമെൻറ്റുകൾ ഇപ്പോൾ മാർക്ക ഒരു ലേഖനമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പോകാം. ഒന്ന്, നെയ്മറുടെ കാര്യം തന്നെയാണ്. 2017 അദ്ദേഹം PSG എത്തിയ സമയത്ത് എഡിൻസൺ കവാനിയുമായിട്ട് ഇതുപോലെ പെനാൽറ്റിക്ക് വേണ്ടി ആർഗ്യുമെൻ്റ് ഉണ്ടായി. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആർഗ്യുമെൻറ്റിന് ശേഷം തൊട്ടടുത്ത മത്സരം മുതൽ PSG മെയിൻ പെനാൽറ്റി ടേക്കറായിട്ട് നെയ്മർ ജൂനിയറെ അന്ന് നിയമിച്ചു. പിന്നീട് വന്ന പരിശീലകർ ഇപ്പം കഴിഞ്ഞ സീസണിൽ പൊച്ചയും അതുപോലെ ഇപ്പോൾ ഗാൾട്ടീറും ഒന്നും ആരാണ് മെയിൻ പെനാൽറ്റി ടേക്കർ എന്ന് കൃത്യമായിട്ട് നിർണ്ണയിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി കളിക്കളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുപോലെ തന്നെ മരിയോ ബലോട്ടലിയെ അദ്ദേഹം കളിച്ച ടീമിലെ ആരാധകർക്കൊന്നും മറക്കാൻ കഴിയില്ല. തൻ്റെ പ്രതിഭ കൊണ്ട് ആരാധകരെ തന്നിലേക്ക് അടുപ്പിച്ച താരമാണ്. അതുപോലെ തന്നെ വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിട്ടുണ്ട്. 2009 ഒരു കഥ. 2009 അദ്ദേഹം ഇന്റർ മിലാനു വേണ്ടി കളിക്കുന്ന സമയത്ത് ഇതുപോലൊരു പെനാൽറ്റി സാമുവൽ എറ്റൂവിൽ നിന്ന് ആ പെനാൽറ്റി തനിക്ക് ലഭിക്കണമെന്ന രൂപത്തിൽ അദ്ദേഹം ആർഗ്യുമെൻറ്റ്സ് നടത്തി. പക്ഷെ അന്ന് അർജന്റീന ഇതിഹാസമായിട്ടുള്ള ഹവിയർ സെനേറ്റി അതിൽ ഇടപെടുകയും പെനാൽറ്റി ഏറ്റു തന്നെ എടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഏറ്റു അത് ഗോളാക്കി മാറ്റി. അതുപോലെ തന്നെ ലിവർപൂളിൽ കളിക്കുന്ന സമയത്ത് 2015 ഇദ്ദേഹം മരിയോ ബലോട്ടലി ജോർഡൻ ഹെൻഡേഴ്സണുമായിട്ട് പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റ്സ് നടത്തി. അപ്പം അദ്ദേഹം ഒരു റിപ്പീറ്റ് ഒഫൻഡർ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇപ്പം മാർക്ക് അവതരിപ്പിക്കുന്നത്. വിദാലും ബല്ലാക്കും തമ്മിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കുറേ മുമ്പാണ്. ബയർ ലെവർക്യൂസിന് വേണ്ടി രണ്ടുപേരും കളിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇതുപോലെ ഉണ്ടായത്. അന്ന് വിദാലായിരുന്നു പെനാൽറ്റിയുടെ ഒരു ഇൻചാർജ്. പക്ഷേ ആ സ്പോട്ട് കിക്ക് തനിക്ക് ലഭിക്കണം എന്ന രൂപത്തിൽ ബല്ലാക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഇതിനെക്കുറിച്ച് വിദാല് പറഞ്ഞത്, എന്നോട് ബല്ലാക്ക് ബോൾ ആവശ്യപ്പെട്ടു, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ ബോൾ കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്നാണ് വിദാല് പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ലിയോ മെസ്സിയും ഇബ്രാഹിമോവിച്ചും തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണം, ഇത് നേരെ തിരിച്ച് സംഭവിച്ചൊരു കാര്യമാണ്. ഇത് മാർക്ക റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു 5 കാര്യങ്ങൾ മാർക്കയുടെ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നത് കൊണ്ടാണ് ഈ 5 കാര്യങ്ങൾ പറയുന്നത്. മെസ്സി സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് സംഭവം, ഇതിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെസ്സി യു ടേക്ക് ഇറ്റ് ഇബ്ര എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സോ സംഭവം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പോലെയല്ല. ഇതുവരെ പറഞ്ഞതിലൊക്കെ പെനാൽറ്റി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തർക്കമുണ്ടാവുന്നതാണെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും സ്വീഡിഷ് ഫോർവേഡിന് ഒരു ഗോൾ ആവശ്യമുള്ള ഘട്ടത്തിൽ മെസ്സി അങ്ങോട്ട് പെനാൽറ്റി ദാനം ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ സാബി അലോൺസോ സംഭവം, അത് 2010 സംഭവിച്ചതാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സാബി അലോൺസോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. അന്ന് സാബി അലോൺസോ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് പെനാൽറ്റി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ക്രിസ്ത്യാനോ റിലക്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് സാബി അലോൺസോ തന്നെ ഗോൾ അടിക്കുകയും ചെയ്തു. അതിൽ ക്രിസ്ത്യാനോ ഹാപ്പി ആയിരുന്നില്ല, അദ്ദേഹം ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊക്കെയാണ് ഇപ്പം എന്തായാലും മാർക്കയുടെ ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ അന്നത്തെ ആ സംഭാഷണമൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനോ ബോൾ എടുത്ത് പെനാൽറ്റിക്ക് വേണ്ടി പോകുന്ന സമയത്ത് സാബി അലോൺസോ അദ്ദേഹത്തോടൊപ്പം ചെല്ലുന്നു. ഈ പെനാൽറ്റി എനിക്ക് നൽകൂ എന്ന് പറയുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു, ഞാൻ പ്രോമിസ് ചെയ്യാം അടുത്ത പെനാൽറ്റി നിങ്ങൾക്ക് നൽകാമെന്ന്. പക്ഷേ അലോൺസോ, ഞാൻ ഇതുവരെ ഒരു ഗോൾ പോലും അടിച്ചില്ല, ഇത് തന്നെ എനിക്ക് വേണമെന്ന് പറയുകയും അദ്ദേഹം ആ ബോൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഭാഷണങ്ങളാണ് അന്നൊക്കെ പുറത്തു പോകുന്നത്. ഏതായാലും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കളിക്കളത്തിലൊരു പരസ്യമായ അലക്കലിലേക്ക് പോകുമ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റോഫ് ഗാൾട്ടീറും ലൂയിസ് കോമ്പോസും നെയ്മറെയും എംബപ്പയെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചത്. എന്തായാലും ആ പ്രശ്ന പരിഹാരം എത്രത്തോളം നല്ല രൂപത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വരുന്ന മത്സരങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.